അവരുടെ മകനാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദ് അവർക്ക് സ്വാഗതം പറഞ്ഞു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഉസ്താദ് കുറച്ച് നമുക്ക് വിഷയങ്ങൾ താജുൽ ഉലമയെ സംബന്ധിച്ച് പറഞ്ഞു. എല്ലാവരും ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞ് ശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ വയാക്കാപ്പാട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദഫുറാത്തീബിന്റെ മറ്റ് മദ്ഹ് ഗാനങ്ങളും കൂടി നടക്കാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതും കഴിഞ്ഞ് ഒരൽപ്പം നമുക്ക് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് അതിൻ്റെ ബർക്കത്തിന് വേണ്ടി ഒരൽപ്പം കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തും ദിക്റും ചൊല്ലി ഈ സദസ്സിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിലുണ്ടാക്കിയ ചീരണിയുണ്ട്, തബറുക്കുണ്ട്, അന്നദാനമുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പിരിയാവൂ, മാറാവൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ചവരുണ്ട്. രാപ്പകൽ അധ്വാനിച്ചവർ, പ്രചരിപ്പിച്ചവർ, സഹായ സഹകരണങ്ങൾ നൽകിയവർ, പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളുള്ളവർ, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, ബഹുവന്യരായ താജുൽ ഉലമയുടെ നെഞ്ഞിലേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എത്രയെത്രയുണ്ട് പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ 10, 100-നടുത്ത് 70-നടുത്ത് തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, രക്ഷിതാക്കൾ, അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 650-700-നടുത്ത് വിദ്യാർത്ഥികൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ താജുൽ ഉലമയുടെ പേരിൽ നാമധേയത്തിൽ പഠിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്. ഓരോ കുഞ്ഞും രാവിലെ എഴുന്നേറ്റ് അവരുടെ സ്കൂളിലേക്കുള്ള വസ്ത്രം, അവരുടെ സ്കൂളിലേക്കുള്ള യൂണിഫോം, സ്കൂളിലേക്കുള്ള അവരുടെ ബുക്കുകൾ, അവരുടെ ബാഗുകൾ, അവർ സ്കൂളുമായി ബന്ധപ്പെട്ടവർ ഒരുങ്ങുമ്പോഴും അവരോർക്കുന്നത് താജുൽ ഉലമയുടെ നാമധേയമാണ്. അവരുടെ മനസ്സകങ്ങളിൽ KG സെക്ഷനിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സകങ്ങളിൽ പോലും ബഹുവന്യരായ താജുൽ ഉലമ എന്ന നാമധേയം കൊത്തിവെക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പെരുമ്പറ പറയാനുള്ളതല്ല, നമ്മളൊരു വലിയൊരു നമുക്കതൊരു മഹത്വം പറയുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് ആ ഒരു വലിയ മഹൽ വ്യക്തിത്വത്തെ മറന്നു പോകാൻ പറ്റാത്ത വ്യക്തിത്വമാണത്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് മദ്ഹ് പാടി അവരെ ഇന്നും നമുക്ക് അനുസ്മരിച്ചു തന്നത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അവരാ ജീവിതം ജീവിച്ച് ഈ സമുദായത്തിന് വിളക്കായി ജീവിച്ച് ഇന്നും വിളക്കായി കാണിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ നമ്മൾ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. ഈ സമുദായം അവരുടെ പിന്നിൽ അണിനിരക്കുന്നു എന്നതുപോലെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ നൂറ്റാണ്ടിൽ നാം കണ്ട നമ്മുടെ നേതാവ് ബഹുവന്യരായ താജുൽ ഉലമ നമ്മുടെ ഈമാനിന് കാവല് നിന്ന നേതാവാണ്, നമ്മുടെ ആത്മീയതക്ക് കാവല് നിന്ന നേതാവാണ്. ആ മഹാനവർകളെ നമുക്ക് വിസ്മരിക്കാൻ നമുക്കാവില്ല. എത്രയോ കടപ്പാടുകളുണ്ട്, തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. ഈ അടുത്ത ഏതാനും ദിവസങ്ങളും ആഴ്ചകൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് ചാനലുകളിലും പല വിഷയങ്ങളും ചർച്ചകൾക്ക് വരുമ്പോ സമുദായത്തിന്റെ നേതൃത്വങ്ങളിൽ സമുദായത്തിന്റെ ഈമാനികമായ നിലനിൽപ്പിനെ സംബന്ധിച്ച് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സമയം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നാസ്തികളായ ആളുകൾ, ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്ത് വന്നിട്ട് ഇസ്ലാമിനെ കൊന്നനം കുത്തുമ്പോ, അതേപോലെ തന്നെ ബിദ്അത്തിന്റെ കൃഷികൾ അവര് വന്നിട്ട് മറുഭാഗത്ത് ഇസ്ലാമിനെ കൊന്നനം കുത്തുമ്പോ ബഹുവന്യരായ താജുൽ ഉലമ ഇറങ്ങി വന്ന് നേതൃത്വം നൽകിയ ബഹുവന്യരായ നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഒരു നിലക്കും ഒരു വിഷയത്തിലും ഇടപെടാതെ യാതൊരു നിലക്കും ചഞ്ചാടലുകൾക്ക് വിധേയമാകാതെ വളരെ നല്ല രീതിയിൽ ചങ്കൂറ്റത്തോടുകൂടെ നിന്നത് ആ മഹാൻ
മഹാനവർകളുടെ ഇറങ്ങി പുറപ്പെടലാണ്, ആ മഹാനവർകളുടെ നേതൃത്വമാണ്, ആ മഹാനവർകൾ നമുക്കിവിടെ കാണിച്ചു തന്ന അജയ്യമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ പ്രസ്ഥാനമാണ്. അതിന്റെ തണലിലാണ്, അതിന്റെ നിഴലിലാണ് ഈ മുഅ്മിനീങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ്. ബഹുമാന്യരായ മഹാനവർകൾ, ബഹുമാന്യരായ ഉസ്താദവർകൾ താജുൽ ഉലമയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരും. ഞാൻ നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. മറക്കാൻ നമുക്കാവില്ല, മറക്കാൻ നമുക്കാവുകയില്ല. താജുൽ ഉലമയെ മാറ്റിവെക്കാനും താജുൽ ഉലമയാവില്ല. കാലങ്ങൾ കഴിഞ്ഞല്ലേ, ഇനിയത് വേണോ എന്ന് ചിന്തിക്കാൻ നമുക്കാവില്ല. അത്ര തീരാത്ത കടപ്പാടുണ്ട് മഹാനവർകളോട്. ഈ കർണാടകത്തിനുണ്ട്, കേരളത്തിനുണ്ട്, തമിഴ്നാടിനുണ്ട്, വിദേശ നാടുകൾക്കുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും കടപ്പാടുകളുണ്ട്. അല്ലാഹു അവരുടെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ, വിദേശങ്ങളിലുള്ളവർ, നാടുകളിലുള്ളവർ. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ ഉസ്താദവർകളെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരും ഇരുന്നെടുത്തുനിന്നോ അവരവരുടെ സീറ്റുകളിൽ നിന്നോ ഒന്നും അനങ്ങരുത്. ഇൻഷാ അല്ലാഹ് അത് ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം അവരൊന്ന് രണ്ട് നമുക്ക് നേരത്തും കൂടി നമുക്ക് പാടിത്തരും, മധുകൾ പാടിത്തരും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഒരൽപ്പം ബറക്കത്തിന് നമുക്ക് ചൊല്ലി, നമുക്ക് വെള്ളിയാഴ്ച രാവാൻ അതും കൂടി ചൊല്ലി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനം 10-11 വർഷമായി നിങ്ങൾ കാണുന്ന രീതിയിൽ നമുക്കിവിടെ ഇതെത്തിപ്പെടാൻ വേണ്ടി കാരണം ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകളാണ്. എത്രയുണ്ട് ഇന്നിവിടെ ആട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ? കുട്ടികളില്ലാതെ കാലങ്ങൾക്ക് ശേഷം കുട്ടികളായതിന്റെ പേരിൽ അങ്ങനെ ഒരുപാട് അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഇവിടെ ഒരുപാട് ആലിമീങ്ങളുണ്ട്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ പേര് പറഞ്ഞാൽ ഇവിടെ സമയം പോയി പോകും. അതുപോലെ തന്നെ ഉമറാക്കളുണ്ട്, അവർക്കും അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിന് എല്ലാം നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ പൂക്കാക്ക, അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് നൽകട്ടെ. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കട്ടെ. എല്ലാവർക്കും എന്റെ വക ഇതിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.